ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന വാട്ടർ ടാങ്കിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പം പണി അറിയുന്ന പണിക്കാരൻ വീട്ടിലുണ്ടായത് കൊണ്ട് സാധനങ്ങൾ വാങ്ങി ഹെൽപ്പറായിട്ട് ഞാനും കൂടി അപ്പം നമ്മൾ തന്നെ വാട്ടർ ടാങ്കിന് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോവാം. അതിൻ്റെ പണിയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കമൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ഇന്നലെയായിരുന്നു ചെയ്തത്. അത് തന്നെ അച്ഛനെ കേൾക്കത്തില്ല. ഇതിപ്പം നമ്മൾ തൂണും കട്ട് ചെയ്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്മളിതാണ് ഇപ്പം വെൽഡ് ചെയ്തു. ഇന്നത്തെ പണി അതായിരുന്നു. വെൽഡ് ചെയ്ത് ആക്കിയിട്ടുണ്ട്. ഇനി തൂണ് ഫിറ്റ് ചെയ്യണം. ഇതതിന് മുകളിൽ കയറ്റണം. ഈ കിട്ടുന്ന ഗ്യാപ്പിൽ എൻ്റെ പണി ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ നാട്. നല്ല വെയിലാണ്. പറഞ്ഞാൽ കേൾക്കണ്ടായോ. ഈ സൈഡിലോട്ടെങ്ങാനും മാറിയിരുന്ന് ഈ ഷീറ്റിൻ്റെ കീഴിൽ എവിടെയെങ്കിലും കയറിയിരുന്ന് ചെയ്യാം എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. വെയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം പറഞ്ഞാൽ കേൾക്കത്തില്ല. ആ വെയിലത്തിരുന്ന് ചെയ്യാം. എർത്ത് നോക്കട്ടെ. ചാടിപ്പോവും. ഞാൻ പോയി. നാരങ്ങ വെള്ളം വേണം. ഞാൻ പോയി ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരാം. ദൂരെ ഇറങ്ങാൻ പറ്റില്ല. എനിക്ക് പേടിയ. വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? നീ കുറച്ച് കഴിയുമ്പോൾ എന്നെ വീണ്ടും പറഞ്ഞു വിടരുത്. ഇവിടെ ഇങ്ങനെ പോകണം. കൈയെല്ലാം കേട്ടേ. നമ്മുടെ സ്റ്റാൻഡ് ഏകദേശം റെഡിയായി. ഇനി കുറച്ച് പണികളോടുണ്ട്. അത് പക്ഷേ പ്ലംബർ വന്ന് ടാങ്കൊക്കെ മുകളിൽ കയറ്റിയിട്ട് ബാലൻസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ചെറിയൊരു കയറാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റെയർ പോലൊക്കെ കൊടുക്കണം. അപ്പോൾ അത് ഈ ടാങ്ക് വന്ന് വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനാളെ വിളിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പം ഞങ്ങളുടെ സ്റ്റാൻഡ് കാണണ്ടേ, എന്തായി, എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്റ്റാൻഡ് എന്നുള്ളത് കാണണ്ടേ. ഇങ്ങനെ ഇതെന്തിനാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിന് എന്താ പറയുക, ടാങ്ക് വെച്ചിട്ട് ടാങ്ക് താഴെയെങ്കിലും പോകരുതല്ലോ. അപ്പോൾ അതിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തതാണ്. ഇതാ ഈ സൈഡിൽ സ്റ്റെയർ വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഈ സൈഡിൽ കൂടി നമുക്ക് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിലും ഒക്കെ കയറാനുള്ള ഒരു ഇത്, അതുകൊണ്ടാണ് ആ സൈഡ് ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ
സ്റ്റാൻഡൊക്കെ അല്ലേ? പിന്നെ പെയിൻ്റല്ല, പ്രൈമറാണെന്ന്, പ്രൈമർ അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ഛനും ഞാനും കൂടെ കുറച്ച് മുമ്പ് പ്രൈമറും എല്ലാം അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് പെയിൻ്റ് കൂടെ ചെയ്യണം. അപ്പം ഇനി ബാക്കി പണികളൂടെ കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഞങ്ങളുടെ സ്റ്റാൻഡൊക്കെ അല്ലേ? അപ്പം ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു. ഇന്ന് ഒറ്റ ദിവസത്തെ അല്ല കേട്ടോ, 2 ദിവസമായി അതിന് വേണ്ടിയിട്ട് മെനക്കെടുന്നു. കുറേശ്ശെ എൻ്റെ ഒരു ദിവസത്തെ പണി ഇതൊക്കെയായിരുന്നു. ഓക്കേ.